മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇ.ഡി. സമൻസിനെ എല്ലാവരും ഭയപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ച കോടതി അന്വേഷണം തടസ്സപ്പെടുത്തില്ല എന്നും വ്യക്തമാക്കി. കേസ് വീണ്ടും ഫെബ്രുവരി 1 പരിഗണിക്കും. അതേസമയം ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും എന്നാൽ കോടതിയിൽ ഹാജരാകുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ഇ.ഡിയോട് സഹകരിക്കില്ലെന്ന തോമസ് ഐസക്കും കിഫ്ബിയും, വിടാനൊരുക്കമല്ലെന്ന അന്വേഷണ ഏജൻസിയും. കിഫ്ബിയെ ചൊല്ലിയുള്ള കലഹത്തിന് ഇനിയും അറുതിയില്ല. കൊണ്ടും കൊടുത്തും മുന്നേറുന്നതിനിടെയാണ് കിഫ്ബിക്കിട്ടൊരു കൊട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും എന്തിനാണ് സമൻസിനെ പേടിക്കുന്നതെന്നും കോടതി ചോദിച്ചു. രേഖകൾ സമർപ്പിക്കാമെന്നോ ഇല്ലെന്നോ മറുപടി ഇ.ഡിക്ക് നൽകണമെന്നും കിഫ്ബിയോട് കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിൽ നിന്ന് ഇ.ഡിയെ തടയണമെന്നാണോ കിഫ്ബി പറയുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ലെന്നും കോടതി തുറന്നടിച്ചു. കോടതി അനുകൂലമല്ല, ഇ.ഡിയൊട്ട് വിടാൻ ഭാവവുമില്ല. എങ്കിലും കീഴടങ്ങാൻ ഒരുക്കമല്ല കിഫ്ബി. മസാല ബോണ്ട് നിയമപരമായി ഇറക്കിയതാണെന്നും RBI പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. കിഫ്ബി ഒരു മന്ത്രി മാത്രം പറയുന്നത് കേൾക്കുന്ന സ്ഥാപനമല്ല. ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും എന്നാൽ കോടതിയിൽ ഹാജരാകുമെന്നും തോമസ് ഐസക് അടിവരയിടുന്നു. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. അതേസമയം സമൻസിലൂടെ ഉപദ്രവിക്കുകയാണെന്നും 6 തവണ സമൻസ് നൽകിയതായും കിഫ്ബിയും ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചു. ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വേണമെന്നാണ് ഇ.ഡി ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി വ്യക്തമാക്കി. എന്നാൽ അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്നായിരുന്നു ഇ.ഡിയുടെ നിലപാട്. രാഷ്ട്രീയമായി നേരിടാൻ സർക്കാരും നിയമപരമായി നേരിടാൻ ഇ.ഡിയും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. ഏറ്റുമുട്ടൽ അവസാനിക്കില്ലെന്ന് ഉറപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അത് തുടരുക തന്നെ ചെയ്യും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെന്ന് മാത്രമല്ല, എന്തിനാണ് സമൻസിനെ പേടിക്കുന്നത് എന്ന ചോദ്യവും കിഫ്ബിയോട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കേരളത്തിലെ നേതാക്കൾ ഇ.ഡിയെ പേടിക്കുന്നുണ്ടോ എന്നാണ് 24 ഇന്ന് പൊതുജനങ്ങളോട് ചോദ്യമായി ചോദിച്ചത്. കാണാം അതിനുള്ള പൊതുജനങ്ങളുടെ ഉത്തരങ്ങൾ, പ്രതികരണങ്ങൾ. തോമസ് ഐസക്കും പാർട്ടിയും പൈസ കേരളത്തിന് വേണ്ടി കടം മേടിച്ചിട്ടാണ്. അതും ഏത് കമ്പനിയായിട്ട് ബന്ധമുള്ള, ലാവലിൻ കേസുമായിട്ട് ബന്ധമുള്ള കമ്പനിക്കാണ്. ഒരു സംശയവും വേണ്ട, CPM-ന്റെ എല്ലാ നേതാക്കളും ഇ.ഡിയെ പേടിച്ചിരിക്കുക. കരിവന്നൂർ മുതൽ കണ്ടല വരെയും കിഫ്ബിയിലും എത്തുന്ന ഇ.ഡിയുടെ അന്വേഷണം അത് കേരള സംസ്ഥാനത്തിന് ഗുണകരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരുപക്ഷെ ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പിടിയിൽ നിന്ന് ആ മുന്നണിയെ രക്ഷപ്പെടുത്താൻ ഇ.ഡി തന്നെയായിരിക്കും അതിന് ഒരു രക്ഷയായി ഭവിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുമുന്നണി ബംഗാളിലെ CPM പോലെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യം അവന് മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി കൊടുക്കാവൂ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒറിജിനാലിറ്റി എവിടെയാണ് ഇതിൻ്റെ ഫാൾട്ട് ഉണ്ടായിരുന്നുള്ളത് ശരിക്കും അവർ മനസ്സിലാക്കിയതിന് ശേഷമേ ഇ.ഡിക്ക് അവർ മറുപടി, അല്ലെന്നുണ്ടെങ്കിൽ വെട്ടിലാവും. ഇ.ഡിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട കാര്യമുള്ളവർ ഇ.ഡിയെ പേടിക്കുക തന്നെ ചെയ്യണം. മടിയിൽ കനമുള്ള ആളുകൾക്ക് മാത്രമേ ഇ.ഡിയെ പേടിക്കേണ്ടതുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ അവരുടെ തെറ്റായ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി അവർ ഈ ഒരു കേന്ദ്ര സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ നീളമായിട്ട്. ഭയപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്വേഷണവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഭയക്കേണ്ട ആവശ്യമുള്ളൂ. തെറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് ഭയക്കുന്നത്?